ഒരു പുതിയ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യം നമുക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പക്ഷേ ഗ്രാജുവലി നമ്മളത് അവിടെയും ഇവിടെയൊക്കെ കേട്ട് ടി വിയിലോ റീലിലോ യൂട്യൂബിലോ ഒക്കെ കേട്ട് ഗ്രാജുവലി നമുക്കത് ഇഷ്ടപ്പെട്ടു തുടങ്ങും. പാട്ടിൻ്റെ കേസ് മാത്രമല്ല, ചില സിനിമകൾ, ആൾക്കാർ, സ്ഥലങ്ങൾ, ഫുഡ്, കാർ മോഡൽസ്, കളറ്, എല്ലാത്തിനും ഇങ്ങനത്തെ ഒരു ഗ്രാജുവൽ എക്സ്പോഷർ കിട്ടുമ്പോൾ നമുക്ക് മെല്ലെ അത് ഇഷ്ടപ്പെട്ടു തുടങ്ങും. വെറുപ്പിൻ്റെ അവസാനം നമുക്കത് ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഇതിന് നമുക്ക് മിയർ എക്സ്പോഷർ എഫക്റ്റ് എന്ന് വിളിക്കാം. ഒരു റെലവൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ എപ്പോഴും ന്യൂസിൽ ഇപ്പോൾ ഒരാളെ പറ്റി കുറ്റം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആളെയാണ് ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ പോലും ഒരു പോയിൻ്റ് ഓഫ് ടൈം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഈശ്വര ഇനിയിപ്പോൾ ന്യൂസിൽ പറയണ പോലെ ശരിയാണോ, കറക്റ്റാണോ, ആളിനിപ്പോൾ ഒരു ക്രിമിനലാണോ അല്ലെങ്കിൽ ആളൊരു പൊട്ട ആളാണോ എന്നൊക്കെ നമുക്ക് തോന്നി തുടങ്ങും. ഇത് നമ്മുടെ പ്രശ്നമല്ല, നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് വയേർഡ്. അതായത് നമുക്കൊരു ഫെമിലിയാരിറ്റി ഫീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു അൺഫെമിലിയാരിറ്റി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ബയാസ് ആളോട് തോന്നുമ്പോൾ നമുക്ക് ബ്രെയിൻ നമ്മളെ മാക്സിമം അവരെ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനേ നോക്കുള്ളൂ, ഡിസ്റ്റൻസ് ഇടാനേ നോക്കുള്ളൂ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമുക്ക് സാധനത്തോട് ഇഷ്ടം തോന്നുമ്പോൾ പോസിറ്റീവായിട്ട് നമ്മൾ അതിനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് വളരെ ഫെമിലിയറായിട്ട് തോന്നും. ചില ഫുഡൊന്നും നമുക്ക് ആദ്യം കഴിക്കുമ്പോൾ ഇഷ്ടപ്പെടില്ല, പക്ഷെ നമ്മൾ മെല്ലെ കഴിച്ച് നമ്മുടെ ഫേവറേറ്റ് ഫുഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതുതന്നെയാണ് ഇപ്പോൾ എലക്ഷൻസ് ആയിരുന്നു. ഇലക്ഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കുറേ ഫോട്ടോ വെച്ച്, അതായത് ഒരാളുടെ തന്നെ കുറേ ഫോട്ടോ ഉള്ള സ്ഥലങ്ങൾ നമുക്ക് ആളായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് തോന്നും, അല്ലെങ്കിൽ നമുക്ക് ആളോടൊരു വിശ്വാസം തോന്നും. നമുക്കത് നേരിട്ട് അറിയാത്ത ആളാണെങ്കിൽ പോലും നമുക്ക് ആളോടൊരു വിശ്വാസം തോന്നും. കാരണം നമ്മുടെ ബ്രെയിൻ കണ്ടിന്യൂസ് ആയിട്ട് ആളുടെ ഫോട്ടോ ആയിട്ട് എക്സ്പോഷർ ഉണ്ടാവുകയാണ്. നമ്മുടെ ബ്രെയിൻ വിചാരിക്കുകയാണ് ആളൊരു ട്രസ്റ്റ് വർത്തി ആയ ആളാണെന്ന്. സിമ്പിളല്ലേ?